നമസ്കാരം. ഇന്ന് 2025 മെയ് 24 ശനിയാഴ്ച. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന NITI ആയോഗ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ NITI ആയോഗിന്റെ ഗവർണിംഗ് കൗൺസിലിംഗ് യോഗം അധ്യക്ഷത വഹിക്കുന്നു. വികസിത് ഭാരത് 2047 എന്ന ദൗത്യത്തെ ആസ്പദമാക്കിയുള്ള ഈ യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുന്നു. ഇത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ നടന്ന ഭീകരവിരുദ്ധ നടപടികൾക്ക് ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രിമാരും തമ്മിലുള്ള ആദ്യത്തെ പ്രധാന സംവാദമാണ്. ഇന്ത്യയുടെ ഇംഗ്ലണ്ട് ടെസ്റ്റ് പര്യടനത്തിനുള്ള ടീമിന്റെ പ്രഖ്യാപനം. ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് ഇന്ന് ഇംഗ്ലണ്ടിലെ ടെസ്റ്റ് പര്യടനത്തിനുള്ള ടീമിന്റെ പ്രഖ്യാപനം നടത്തും. രോഹിത് ശർമ്മയുടെ ടെസ്റ്റ് വിരമിക്കലിന് ശേഷം പുതിയ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ പര്യടനം 2025-27 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിന്റെ ഭാഗമാണ്. അമേരിക്കയിൽ നിന്ന് തട്ടിപ്പ് കേസിൽ പ്രതിയായ ഇന്ത്യൻ പൗരൻ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു. അമേരിക്കയിലെ ടെക് സപ്പോർട്ട് തട്ടിപ്പ് കേസിൽ കുറ്റക്കാരനായി കണ്ടെത്തപ്പെട്ട ആംഗദ് ചന്ദോങ് എന്ന ഇന്ത്യൻ പൗരനെ US അധികൃതർ ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചു. 2022 അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടെത്തിയിരുന്നു. കേരളത്തിൽ കനത്ത മഴയ്ക്ക് മുന്നറിയിപ്പ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കേരളത്തിൽ കനത്ത മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കണ്ണൂർ, കാസർഗോഡ്, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയായി ജൂൺ 1 എത്തുന്നുവെങ്കിലും ഈ വർഷം നേരത്തെ മെയ് 24 കേരളത്തിൽ എത്തുമെന്ന് IMD അറിയിച്ചു. COVID-19 കേസുകൾ വർദ്ധിക്കുന്നു. പുതിയ കേസുകൾ 2025 മെയ് മാസത്തിൽ കേരളത്തിൽ 273 പുതിയ COVID-19 കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയം 82, തിരുവനന്തപുരം 73, എറണാകുളം 49, പത്തനംതിട്ട 30, തൃശൂർ 26 എന്നിവയാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്ത ജില്ലകൾ. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. ആരോഗ്യമന്ത്രി വീണ ജോർജ് എല്ലാ ജില്ലകളിലും കോവിഡ് നിരീക്ഷണം ശക്തമാക്കാൻ നിർദ്ദേശിച്ചു. ഉയർന്ന അപകട സാധ്യതയുള്ള വ്യക്തികൾക്ക് മാസ്ക് ധരിക്കൽ നിർബന്ധമാക്കി. ഗുരുവായൂർ ആനകളുടെ ഉപയോഗം ഹൈക്കോടതിയുടെ ഇടപെടൽ. ഹൈക്കോടതിയുടെ നിർദ്ദേശം. പുന്നത്തൂർ കോട്ടയിലെ ആനകളെ മതപരമായ അല്ലാതെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വിശദീകരണം നൽകാൻ ഗുരുവായൂർ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റിയെ കേരള ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിച്ചു. നന്ദി, നമസ്കാരം.